ബിഗ് ബോസിൽ മത്സരിച്ചൊരു പെൺകുട്ടി എടുത്ത് പറയുന്ന ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ മദ്രസയിൽ 6ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, എനിക്കിപ്പോ മദ്രസയിൽ പഠിച്ചത് ആലോചിക്കുമ്പോ നാണം തോന്നാണ്. മദ്രസയിൽ പഠിച്ചത് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് നാണം തോന്നാണ്. ഏതാണ് ആ പെൺകുട്ടിയെ നാണപ്പെടുത്തുന്നത്, നാണം കെടുത്തുന്നത്? ഏത് പുസ്തകങ്ങൾ? ഖലാഖാണോ, ഫിഖഹാണോ, അഖീദയാണോ? പേരിനും സെലിബ്രിറ്റി ആവാനും പരിശുദ്ധ ഇസ്ലാമിനെതിരെ കുതിര കയറുക എന്ന ഒരു ദുസ്വഭാവം ഇന്ന് പലരിലും കണ്ടുകൊണ്ടിരിക്കുക. പേരിനും പ്രശസ്തിക്കും ഫോളോവേഴ്സിനും ആളുകൾ കൂടെ ഉണ്ടാവാനും കുറച്ച് പിന്തുണ ലഭിക്കാനും ഇസ്ലാമിനെ പറയാം. ആരിഫ് ഹുസൈനെ പോലെ ചില എക്സ് മുസ്ലിമീങ്ങൾ, വിവരമില്ലാത്ത സ്വയം നുണയനെന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില എക്സ് മുസ്ലിമീങ്ങൾ, യുക്തിവാദികൾ, ഇവരൊക്കെ ഇസ്ലാമിനെതിരെ നിരന്തരമായി പറയും. എന്തിന്? ഇസ്ലാമിനെതിരെ പറയുമ്പോഴാണ് കുറച്ച് പേര് കിട്ടുക, ഫെയിം കിട്ടുക, ഫോളോവേഴ്സ് ഉണ്ടാവുക. എന്താണ് ആ പെൺകുട്ടിയെ നാണിപ്പിക്കുന്ന ഏത് വാക്കാണ് നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഇത്തരം വിദ്യാർത്ഥികൾ, ഇത്തരം കുട്ടികള് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത്? അതിലെ പൂർണ്ണമായും ഉത്തരവാദികൾ രക്ഷിതാക്കളായ നമ്മളാണ്. നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുന്നു എന്നല്ലാതെ മദ്രസകളോടുള്ള ബഹുമാനം രക്ഷിതാക്കളായ നമ്മൾക്ക് പോലുമില്ല. ഉസ്താദുമാരോടുള്ള ബഹുമാനം രക്ഷിതാക്കളായ നമ്മൾക്ക് പോലുമില്ല. എത്രയെത്ര കേസുകളാണ് ഉസ്താദുമാരോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോ അതിന്റെ പേരിൽ ഉസ്താദുമാരെ ഒറ്റപ്പെടുത്താനും ഉസ്താദുമാരെ മദ്രസകളിൽ നിന്ന് നീക്കം ചെയ്യാനും പോക്സോ കേസുകൾ വരെ ഉസ്താദുമാർക്കെതിരെ ഒരു മടിയുമില്ലാതെ ഫയൽ ചെയ്യുന്ന രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അടിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ അടിച്ചിട്ടേ ഉണ്ടാവില്ല. മുടിവെട്ടാൻ പറഞ്ഞതിന്റെ പേരിലൊക്കെ ഉസ്താദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഉണ്ടാക്കിയ ഫയൽ ചെയ്ത എത്രയോ ആളുകൾ, രക്ഷിതാക്കൾ നമ്മുടെ നാടുകളിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഇത്തരം മക്കൾ ഉണ്ടാവുന്നു? മദ്രസയെ വെല്ലുവിളിക്കുന്ന മക്കള്, ഖുർആനിനെ വെല്ലുവിളിക്കുന്ന മക്കള്. എന്നാ ഖുർആൻ വല്ലതും തിരിയോ? 11 വയസ്സാകുമ്പോ എന്താ കുട്ടിക്ക് തിരിയ? 6ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞ 11 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് എന്താ തിരിയ? എന്താ നാണിപ്പിക്കുന്ന, എന്താ മദ്രസയിൽ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നുള്ള അശ്രദ്ധയാണ് ഇത്തരം പേക്കൂത്തുകളായ മക്കൾ ഉണ്ടാകുന്നത് എന്ന ഒരു ബോധം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾക്കുണ്ടാവണം. നമ്മൾ ഇത്രകാലം നമ്മുടെ പൂർവ്വപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മദ്രസകള്, ആ മദ്രസകളിൽ നിന്നാണ് നമ്മളെല്ലാരും ഖുർആൻ ഓതാൻ പഠിച്ചത്, നമ്മള് അത്തഹിയ്യാത്ത് ചൊല്ലാൻ പഠിച്ചത്, വജ്ജഹത്ത് ഓതാൻ പഠിച്ചത്,